ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനോഹരമാണ്. സാധാരണ ചില ആളുകൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി നല്ല ഉദ്ദേശത്തിൽ തന്നെ പറയാറുണ്ട്. പലപ്പോഴും ഖുർആൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന മാഷ്മാരും അതുപോലുള്ള ചില ബുദ്ധിജീവികളൊക്കെ പറയും, ഖുർആൻ നമുക്ക് പരിചിന്തനം നടത്താനും ആശയം ഗ്രഹിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും ഖുർആൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാനുള്ളത് തന്നെയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനിൽ പരിചിന്തനം നടത്താത്തത് എന്താണ്? അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ട് വീണ് പോയോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ പരിചിന്തനം നടത്താൻ വേണ്ടി പറയുമ്പം പലപ്പോഴും പാരായണത്തെ ചെറുതാക്കി പറയാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കപ്പെടാറുണ്ട്. സാധാരണ പറയും, ഒരു ഡോക്ടറുടെ കുറിപ്പടി നമുക്ക് തന്നാൽ, ഒരു ഡോക്ടർ മരുന്ന് കുറിച്ച് തന്നാൽ ആരെങ്കിലും പാരസിറ്റമോൾ, കാൽപോൾ അങ്ങനെ 10 പ്രാവശ്യം പറഞ്ഞിരിക്കോ, അതോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് അത് സേവിക്കുമോ? അപ്പോൾ ഡോക്ടറുടെ കുറിപ്പടി ആവർത്തിച്ച് വായിക്കുന്നില്ലല്ലോ, അത് നീട്ടിമണിച്ച് പാരായണം ചെയ്യുന്നില്ലല്ലോ, മറിച്ച് അതുമായി പോകുന്നു, നേരെ മരുന്ന് വാങ്ങുന്നു, കഴിക്കുന്നു. അപ്പോൾ ഖുർആൻ പരിചിന്തനം നടത്താനുള്ളതാണ് എന്ന് പറയാൻ വേണ്ടി തീർച്ചയായിട്ടും ആ ഒരു ഭാഗം ശരിയാണ്. അപ്പോൾ പാരായണത്തിനൊരു വില കുറക്കുന്ന രീതിയിൽ അറിയാതെ സംസാരിച്ചു പോകാറുണ്ട്. എന്നാൽ ഖുർആൻ ഡോക്ടറുടെ കുറിപ്പടി പോലെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉരുപ്പടി പോലെയോ ഒന്നല്ല, മറിച്ച് അതിൻ്റെ പാരായണം പ്രധാനമാണ്, പരിചിന്തനം പ്രധാനമാണ്. അതില്ലാതെ അത് വെറുതെ കേൾക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. അത് രോഗങ്ങൾക്ക് ശിഫയാണ്. അത് മരണാസന്നനായി നിൽക്കുന്ന വ്യക്തിക്ക് പോലും ഓതി കേൾപ്പിക്കാനുള്ളതാണ്. ഖബറിൽ മയ്യത്തിനെ അടുത്ത് കിടത്തുന്ന സമയത്ത് ഒരു ഖബറിൽ 2 മയ്യത്ത് വെക്കേണ്ടി വന്ന സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്ക് മുൻതൂക്കം എന്നുള്ളൊരു വിഷയം വന്നപ്പം അയ്യുഹും അക്സറു അഖ്ദൽ ലിൽ ഖുർആൻ, ഇതിൽ ആർക്കാണ് ഖുർആൻ കൂടുതൽ അറിയുന്നത് അവരെ മുമ്പിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ രീതിയിലും നമുക്കറിയാം, നമ്മൾ ഡോക്ടറുടെ കുറിപ്പടി അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം അവിടെ കൂടി നിൽക്കുന്നവരോട് ഞാൻ ഈണത്തിൽ രാഗത്തിൽ എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കൂ, പ്രസംഗം കേൾക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത് തീരെ ചേരുന്നില്ല. ചിലപ്പോൾ ഇരിക്കുന്നവരെ എണീച്ച് പോകും അത് കേട്ടാൽ. എന്നാൽ ഖുർആനാണെങ്കിൽ അതിനൊരു പാരായണ നിയമമുണ്ട്, അതിൽ നീട്ടാനുണ്ട്, മണിക്കാനുണ്ട്, അതിന് തജ്വീദിൻ്റെ നിയമങ്ങളുണ്ടെന്ന് പറയുമ്പം പാരായണം വളരെ പ്രസക്തമാണെന്നർത്ഥം. പാരായണത്തിന് പ്രസക്തി ഇല്ലെങ്കിൽ എന്തിനാണ് നീട്ടുന്നത്? എന്തിനാണ് നമ്മൾ മണിക്കുകയും നിർത്തുന്ന സമയത്ത് നീട്ടി നിർത്തുകയൊക്കെ ചെയ്യുന്നത്? പ്രത്യേക ശൈലി. സാധാരണ അറബി ഭാഷ പറയുമ്പോൾ പോലും നമുക്ക് വെറുതെ പറഞ്ഞാൽ മതി. പക്ഷെ ഖുർആൻ ആയിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ നമ്മൾ കട്ടി കുറച്ച് ഫിർഔൻ എന്ന് പറയുന്നു, ചിലപ്പോൾ കട്ടി കൂട്ടി ഖിർത്താസ് എന്ന് പറയുന്നു, ചില സ്ഥലങ്ങളിൽ മണിക്കുന്നു. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു, നീട്ടി മണിച്ചോതുന്നു. ഉറപ്പായിട്ടും പാരായണത്തിന് പ്രസക്തി ഉണ്ടെന്നർത്ഥം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഖുർആനിനെ ബഹുമാനിക്കുന്നത് പോലും വലിയ കാര്യമാണ്. ഖുർആനിനെ ബഹുമാനിക്കലാണ് ഒന്നാമത്തെ കടമ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖബറടക്കുന്ന സമയത്ത് ആരെ മുമ്പിൽ വെക്കണം? ഏറ്റവും പ്രമാണിയായ ആളെ, അല്ലെങ്കിൽ സമ്പത്ത് കൂടുതലുള്ള ആളെ എന്നല്ല പറഞ്ഞത്. ആരാണോ ഖുർആൻ കൂടുതൽ പഠിച്ചത് അവരെ മുമ്പിൽ വെക്കാൻ പറഞ്ഞു. യഉമ്മുൽ ഖൗമ അഖ്റഉഹും ലികിതാബില്ലാ, ഒരു ജനതയ്ക്ക് ഇമാമ് നിൽക്കേണ്ടത് ഖുർആൻ ഏറ്റവും നന്നായി പഠിച്ചവരാണ്. അപ്പോൾ ആ ഖുർആനോടുള്ള ബഹുമാനം നമുക്കുണ്ടാകണം. നമ്മുടെ പള്ളിയിൽ പലപ്പോഴും ആളുകൾ ഇമാമുകളെ, അവർ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഹാഫിളുകളായിരിക്കാം, ചിലരൊക്കെ ആലിമുകളായിരിക്കും, അവരൊക്കെ ബഹുമാനം കുറയുന്ന രീതിയിലുള്ള സംസാരം നടത്താറുണ്ട്. ഹിന്ദിക്കാരൻ എവിടെ പോയി? ഹിന്ദിക്കാരനല്ല പറയേണ്ടത്, നമ്മൾ ഉപ്പാന്നാണല്ലോ വിളിക്കുക, അതല്ലാതെ വേറെ രീതിയിലല്ല ഉപ്പാനെ പറ്റി പറയാം. അപ്പോൾ പള്ളിയിലെ ഇമാമിനെ ഇമാം എന്നാണ് പറയേണ്ടത്. അദ്ദേഹം ഇമാമാണ്, അല്ലെങ്കിൽ മുഅദ്ദിൻ സാഹിബാണ്. ബഹുമാനത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഖുർആൻ പഠിച്ച ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും അത് ഏത് സംസ്ഥാനത്തുള്ളവരാണെങ്കിലും ഖുർആനിൻ്റെ പേരിൽ അവരെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ കടമയാണ്. എന്ന് മാത്രമല്ല, സഹാബികളുടെയൊക്കെ ദീനീ പ്രവർത്തനത്തിൽ ഖുർആൻ പഠിച്ചവർക്കാണ് മുൻഗണന. ഇന്ന് പലപ്പോഴും ദീനീ പ്രവർത്തനങ്ങളിൽ പോലും, ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പോലും പണക്കാരനാണ് അല്ലെങ്കിൽ വേറെ ഭൗതികമായ എന്തെങ്കിലും വിഭവങ്ങളുടെ പേരിൽ ആളുകൾക്ക് മുൻതൂക്കം നൽകാറുണ്ട്. ഖുർആൻ്റെ അറിവുള്ള ആളുകളെ പലപ്പോഴും പരിഗണിക്കാറ് പോലും ഇല്ല. എന്നാൽ സഹാബികളുടെ രീതി, മഹാനായ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ കുട്ടി സഹാബികളുടെ കമ്മിറ്റികളിൽ, അവരുടെ പ്രധാനപ്പെട്ട മഷൂറുകളിൽ വന്നപ്പം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന പ്രമുഖനായ സഹാബി ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞങ്ങൾ വീട്ടിലുണ്ട് കുട്ടികൾ, ഇദ്ദേഹം എങ്ങനെ ഇവിടെ വന്നു? ഉമർ റളിയല്ലാഹു പറഞ്ഞു, അദ്ദേഹത്തിന് ഖുർആൻ അറിയാം, ഖുർആൻ അറിയുന്നതിൻ്റെ പേരിലാണ്. അപ്പം ആദ്യം അദ്ദേഹം അത് വിശദീകരിക്കാൻ പോയില്ല, പറഞ്ഞു കൊടുക്കാൻ പോയില്ല. ഒരു സന്ദർഭം വന്നപ്പോൾ അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉള്ള മജ്ലിസിൽ, സദസ്സിൽ അദ്ദേഹം ചോദിച്ചു, സൂറത്തുൻ നസ്റിൻ്റെ അർത്ഥം എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹിയുടെ അർത്ഥം എന്താണ്?
ഇദാ ജാഅ നസ്റുല്ലാഹിയുടെ ആ മുഴുവൻ കോണ്ടെക്സ്റ്റ് കണ്ടാൽ, ആ മുഴുവൻ ആയത്തുകൾ കണ്ടാൽ നമുക്ക് മറ്റ് ഭാഗങ്ങളുമായി ചേർത്ത് വായിക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയാകുന്നതിൻ്റെ, ഇഹലോകവാസം വെടിയുന്നതിൻ്റെ സൂചന അതിലുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മരണമുണ്ട്. ഇന്നക മയ്യിത്തുൻ, തീർച്ചയായിട്ടും അങ്ങ് അള്ളാഹുലേക്ക് മടങ്ങാനുള്ളതാണ്. ഒരുപാട് സൂചനകൾ ഖുർആനിൽ തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം വരികയും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വരികയും ചെയ്താൽ അങ്ങ് അള്ളാഹുവിനെ സ്തുതിക്കുകയും തസ്ബീഹ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള ആ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് അടുത്തതിനെ സൂചിപ്പിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞപ്പം റളിയല്ലാഹു അൻഹു, ഉമർ അൻഹു പറഞ്ഞു കൂടുതലവരോട്, ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത്. കൂടിയാലോചനാ സമിതികളിൽ, കമ്മിറ്റികളിൽ ഈ കുട്ടിയെ ഉൾപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന് ഖുർആൻ്റെ ആഴങ്ങൾ അറിയുന്നത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, പല വിഷയങ്ങളും വരുന്ന സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്, ഓ സിയാ ഗവ്വാസ്, മുങ്ങൽ വിദഗ്ധ, ഖുർആനിൽ മുങ്ങിയിട്ട് ഇതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കൂ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഇതിലെന്ത് പരിഹാരം വേണം എന്ന് ആലോചിക്കുമ്പം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കാണ് ഓ സിയാ ഗവ്വാസ്, മുങ്ങൽ വിദഗ്ധ, ഖുർആനിൽ മുങ്ങിയിട്ട് ഇതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കും. ഇപ്പോൾ ഖുർആൻ ഈ എല്ലാ രീതിയിലും നമുക്ക് വഴി കാണിക്കുന്നുണ്ട്. നമുക്ക് ജീവിതത്തെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ ഖുർആനിലുണ്ട്. ഇപ്പം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സംഭവം, ലോക രാഷ്ട്രീയത്തിൻ്റെ നടുമധ്യത്തിൽ, ആഗോള സംഭവങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന സംഭവമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം. ഫലസ്തീൻ പ്രശ്നം, ഇസ്രായേൽ അനധികൃതമായി വന്നവരാണ്. അപ്പോൾ ഈ ഫലസ്തീൻ പ്രശ്നം കൃത്യമായിട്ട് അതിനോട് സാമ്യമാകുന്ന സംഭവം ഖുർആനിലും ബൈബിളിലും എന്നല്ല യഹൂദികൾക്കും അറിയാവുന്ന വേദങ്ങളുണ്ടെന്ന് പറയുമ്പം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഗതി മനസ്സിലാകും. അല്ലാഹു തആല പറയാണ്, ഒരു ചെറിയ സംഘം, അടിച്ചമർത്തപ്പെട്ട സംഘം, സൂറത്തുൽ ബഖറയിലാണ് ഇത്, അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസ, ഒരു ചെറു സംഘം, അവർ ബൈബിളിലുണ്ട് ഈ സംഭവം, അതുപോലെ ഖുർആനിലുണ്ട്. അപ്പം ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും സംഭവം കൃത്യമായിട്ട് ഇസ്രായേൽ ഫലസ്തീനോട് നമുക്ക് താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ. എന്താണ് ആ സംഭവത്തിൻ്റെ ചുരുക്കം പറയാം. എല്ലാം നഷ്ടപ്പെട്ട ജനവിഭാഗം. അപ്പോൾ അവർ ഞങ്ങൾ എന്തിനും തയ്യാറാണ്, ഞങ്ങൾക്കൊരു നേതാവ് വേണം പോരാളിയായിട്ട് ഞങ്ങളെ നയിക്കാൻ എന്ന് പറയപ്പം അല്ലാഹു തആല ഒരു വ്യക്തിയെ നേതാവാക്കി കൊടുത്തു, താലൂത്തിനെ. ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലിക. അപ്പോൾ ആ സമയത്ത് വരേണ്യവർഗം പറഞ്ഞത്രേ, അന്ന യകൂനു ലഹുൽ മുൽക്കു അലൈന വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യുഅത സഅതൻ മിനൽ മാൽ. ഇയാൾ എങ്ങനെ നേതാവാകും, ഇദ്ദേഹം എങ്ങനെ ഈ പോരാട്ടം നയിക്കും, ഇദ്ദേഹത്തിന് പണമില്ലല്ലോ, നമ്മളല്ലേ നേതൃത്വത്തിന് കൂടുതൽ അർഹർ എന്നവർ. അപ്പോൾ അല്ലാഹു തആല പറയാണ്, ഇദ്ദേഹത്തിന് ഇൽമുണ്ട്, അറിവുണ്ട്, എന്ന് മാത്രമല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണോ വിഷയം, യുദ്ധം നയിക്കലാണ്, അതിനുള്ള അറിവുമുണ്ട്, ആരോഗ്യവുമുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് അതിനുള്ള വിശാലത നൽകിയിട്ടുണ്ട്. അപ്പം ഒന്ന്, എല്ലാം നഷ്ടപ്പെട്ട സമൂഹമാണ്. അപ്പോൾ അവിടെ നേതൃത്വത്തിനുള്ള തല്ല്, ആ നേതൃത്വത്തിനുള്ള വഴക്ക് വരുന്ന സമയത്ത് വരേണ്യ വർഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് പണമില്ല, പത്രാസില്ല. ഇത് നമ്മൾ കാണാണ്, ഞങ്ങൾ ഫലസ്തീൻ്റെ കൂടെയാണ്, പക്ഷേ പോരാളികളുടെ കൂടെയല്ല എന്ന് കുറച്ച് സമ്പത്തുള്ള രാജ്യക്കാർ പറയണം. അതേ വാക്ക്, അന്ന യകൂനു ലഹുൽ മുൽക്കു അലൈന വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യുഅത സഅതൻ മിനൽ മാൽ. ഇത്രയും വലിയ പ്രശ്നത്തിൽ ഇവരാണ് നേതൃത്വം വഹിക്കേണ്ടത്, ഇവരാണോ സംസാരിക്കേണ്ടത്? ഞങ്ങളുടെ ലീഗൊക്കെ ഇവിടെ ഉള്ളപ്പം, ഞാൻ ഉദ്ദേശിച്ചത് അറബ് രാജ്യങ്ങളുടെയൊക്കെ ലീഗാണ്, സമ്പത്തുള്ള ഞങ്ങളിവിടെ ഉള്ളപ്പം, പത്രാസുള്ള ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പം ഈ ഗുഹയിൽ കഴിയുന്ന അവർക്ക് ആ പണി അറിയാം, അവർക്കറിയുന്ന പണിയാണത്. താലൂത്തിനെ പറ്റി പറഞ്ഞതുപോലെ അറിവുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യമുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പണിയല്ല, ഈ പറയുന്ന പല ആളുകൾക്കും പറ്റുന്ന പണിയല്ല ഇത്, അവർക്ക് അടിയറിവ് പറയാൻ മാത്രമേ അറിയുള്ളൂ. അപ്പം ഞാനിത് അങ്ങനെ തന്നെ എന്ന് പറയല്ല, മനസ്സിലാക്കുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൂചനകൾ ഖുർആൻ തരുവാണ്. അപ്പം എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോലും നേതൃത്വം, ആരെയാണോ നേതാവായിട്ട് നിയോഗിച്ചത് അദ്ദേഹത്തെ അംഗീകരിക്കുകയില്ല. എന്താ പ്രശ്നം? അദ്ദേഹം അഴിമതിക്കാരനായതുകൊണ്ടാണോ? അദ്ദേഹത്തിന് അല്ല, വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു, നമ്മൾക്കാണ് അർഹത. വലം യുഅത സഅതൻ മിനൽ മാൽ, അദ്ദേഹത്തിന് പണമില്ല, പത്രാസില്ല. ഇനി അവിടുന്ന് മുമ്പോട്ട് പോവാണ്. മുമ്പോട്ട് പോകുമ്പം ഒരു സ്ഥലത്ത് അള്ളാഹു പരീക്ഷണം നൽകി, ദാഹം തരും, മുമ്പിൽ ജലാശയമുണ്ടാകും, ഒരു കോരൽ വേണമെങ്കിൽ കുടിക്കാം, കൂടുതൽ കുടിക്കരുത്, അള്ളാഹു വിലക്കിയതാണ്. അപ്പോൾ ഹലാൽ ഹറാമുകളെ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ പോരാട്ട മൈതാനത്ത് ഉറച്ചു നിൽക്കാൻ പറ്റൂ. ജിമ്മിൽ പോയി മസിൽ പെരുപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ആ യാത്രയിൽ മുമ്പോട്ട് നീങ്ങി, ജലാശയം വന്നു, കുറച്ച് പേർ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചു, കുറച്ച് പേർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു, അവർ ഹലാൽ ഹറാമുകളെ സൂക്ഷിച്ചില്ല. യുദ്ധ മൈതാനത്തെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചവർ പേടിച്ചു പോയി. അവർ പറഞ്ഞു, ഈ സൈന്യത്തെ എങ്ങനെ, ഇത്ര വലിയ സൈന്യം, ഇത്ര വലിയ ശക്തി,
അത് കണ്ടപ്പോൾ അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം പോലും അവർക്ക് വന്നില്ല. തഖ്വ കാണിച്ചവർക്ക് മാത്രം അല്ലാഹു തആല ആ വലിയ ശക്തിയെ ചെറുതാക്കി കാണിച്ചു കൊടുത്തു. വീണ്ടും മുമ്പോട്ട് പോവാണ്. അവർ ദുആ ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ആ ചെറിയ സംഘത്തിന്, അതായത് നേതൃപ്രശ്നം പറഞ്ഞ് കുറേ പേര് അംഗീകരിച്ചില്ല, തഖ്വയുടെ കുറവ് കാരണം, പേടി കാരണം വീണ്ടും മൈതാനത്ത് നിന്ന് കുറേ പേര് പിന്മാറി. ആ ചെറിയ സംഘം ഒരിക്കലും പരാജയപ്പെടുത്താൻ പറ്റാത്ത ഗോലിയാത്തിൻ്റെ സംഘത്തെ പരാജയപ്പെടുത്തുന്നത് മാത്രമല്ല, വഖതല ദാവൂദ് ജാലൂത്തിനെ വധിക്കുകയും ചെയ്തു. ആ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു ദിവസത്തെ ചെറിയൊരു രാവിലെ മുതൽ ഉച്ചവരെയുള്ള ഒരു പ്രക്രിയ, ബസ് ഇതേ രീതിയിൽ തീർന്നാണ്. ഇന്നും നമുക്ക് ഒക്ടോബർ 7 മോഡൽ കിട്ടി. ഇസ്രായേൽ ഇങ്ങനെ പതിയെ ഇല്ലാതാവല്ലേ ചെയ്യുക, ഒരൊറ്റ രാവിലെ ഉച്ച രീതിയിൽ ആ ദിവസം കൊണ്ട് തന്നെ ഇവരുടെ ഏകദേശം തീരുമാനമാകും. ഏതാനും തക്ബീറും ഒരു ഭാഗത്തു നിന്നുള്ള സൈന്യത്തിൻ്റെ കയറലും കൊണ്ടൊരു തീരുമാനമാകാവുന്നതേ ഉള്ളൂ എന്നൊരു ചെറിയ പിക്ചർ ദാവൂദ് ഗോലിയാത്തിൻ്റെ സംഭവത്തിലുള്ളതുപോലെ ചെറിയൊരു പിക്ചർ ഒക്ടോബർ 7 നമുക്ക് കിട്ടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ സംഭവം കൃത്യമായ അതിൻ്റെ ചിത്രം ജൂതന്മാർ പറയാൻ തുടങ്ങി, ജൂതന്മാർ പോസ്റ്റ് അടിക്കാൻ തുടങ്ങി, ഞങ്ങൾ ജാലൂത്തിൻ്റെ കൂടെയല്ല, ഞങ്ങൾ ദാവീദിൻ്റെ കൂടെയാണ്. ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാൻ തുടങ്ങി, ഇത് കൃത്യമായിട്ട് ആ സംഭവങ്ങൾ പോലെ തന്നെ ഉണ്ടല്ലോ. ഇതാണ് ഖുർആൻ. ഓരോ കാര്യങ്ങളിലും ഓരോ വിഷയങ്ങളിലും നമുക്ക് വഴി കാണിച്ചു തരും. ഓരോ കാര്യത്തിലും നമുക്ക് ജീവിതത്തെ ഖുർആനുമായി ബന്ധപ്പെടുത്താൻ സാധിക്കണം. ഖുർആൻ്റെ പാരായണവും അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങളെ ഗ്രഹിക്കലും പല രീതിയിൽ. ഞാൻ പാരായണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പല വശങ്ങളുണ്ട്, അതിൻ്റെ പല സംഭവങ്ങളുണ്ട്. അതിൻ്റെ നമ്മൾ സാധാരണ ആളുകൾ മനസ്സിലാക്കാറുള്ളത് 1-2 പേജ് ഓതിയാൽ തന്നെ ധാരാളം എന്നാണ്. ചിലർ വായു കൊണ്ട് ഉച്ചരിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞത്, പാരായണത്തെ ചെറുതായി കാണുന്ന വലിയൊരു പ്രവണത ഉണ്ട്. സാധാരണ പുസ്തകങ്ങളൊക്കെ ഒന്ന് തിരുത്താൻ വേണ്ടി തന്നാൽ, പ്രൂഫ് റീഡിങ്ങിന് തന്നാൽ ഇങ്ങനെ വായിക്കും, അക്ഷരം തെറ്റുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. ഇപ്പോൾ ചിലർ കരുതുന്നത് പാരായണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നാണ്. നമുക്ക് ഈണത്തിൽ മണിക്കാനും നീട്ടാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നോക്കിയാൽ പോരാ. പ്രൂഫ് റീഡിങ്ങിന് കൊടുത്തതുപോലെ നോക്കി, തെറ്റൊന്നുമില്ല അവിടെ വെച്ചു, അങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് നമ്മൾ കേൾക്കുന്നൊരു ശബ്ദം പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ പ്രേരണയാകുന്ന ശബ്ദത്തിൽ ഓതാനുള്ള സാഹചര്യമാണെങ്കിൽ അങ്ങനെ. സദക്ക പോലെയാണ് ഖുർആൻ പാരായണം. ചില സ്ഥലത്ത് രഹസ്യമായിട്ട് സദക്ക ചെയ്യണം, ചിലപ്പോൾ പ്രേരണയാകാൻ വേണ്ടി, തെറ്റിദ്ധാരണകൾ വരാതിരിക്കാൻ വേണ്ടി, മാതൃകയാകാൻ വേണ്ടി പരസ്യമായിട്ട് സദക്ക ചെയ്യണം. അപ്പോൾ ഖുർആൻ ചിലപ്പോൾ എല്ലാവരും ഗഫലത്തിലിരിക്കായിരിക്കും. ഒരാൾ ഓതുന്നത് കേട്ടാൽ അടുത്ത ആളുകൾ ഓതാൻ ചാൻസ് ഉണ്ട്. ഗൃഹനാഥൻ ഓതുന്നത് കേട്ടാൽ ഭാര്യ ഓതും, മക്കൾ ഓതും, വീട്ടിൽ ബറക്കത്തുണ്ടാകും. അപ്പോൾ നമ്മൾ ഉറക്കം ഓതണം. അടുത്ത ആരെങ്കിലും ഉറങ്ങുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ പതുക്കെ ഓതണം. എല്ലാത്തിനും മാതൃകയുണ്ട്. സഹാബികളുടെ മാതൃക കാണാം. പതുക്കെ ഓതുന്ന വ്യക്തിയോട് എന്തുകൊണ്ട് പതുക്കെ ഓതുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ട്. ഉറക്കം ഓതുന്ന വ്യക്തിയോട് എന്തുകൊണ്ട് ഉറക്കം ഓതുന്നു, ഞാൻ ശൈത്താൻ ഓടിക്കുകയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാത്തിനും പ്രസക്തിയുണ്ട്. പതുക്കെ ഓതുന്ന അതിൻ്റെ മഹത്വമുണ്ട്. ഉറക്കം ഓതുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങളുണ്ട്. എന്താണെങ്കിലും വെറുതെ നോക്കിയിരിക്കാതെ നമ്മൾ നന്നായിട്ട് പാരായണം ചെയ്യണം. 5 വയസ്സിൽ തന്നെ കുട്ടികൾ ഖുർആൻ പഠിക്കുന്നു എന്ന് പല പ്രീ സ്കൂളുകളും തെളിയിക്കുമ്പം 50 വയസ്സായിട്ട് നമ്മൾ ഖുർആൻ പഠിച്ചില്ലെങ്കിൽ അത് വലിയ നാണക്കേടാണ്. ഖുർആൻ പാരായണം നിങ്ങൾ കരുതുന്നത് പോലെ പ്രയാസമുള്ള കാര്യമല്ല, വെറും പ്രാക്ടീസാണ് ഖുർആൻ പാരായണം. ഇപ്പോൾ ഖുർആൻ സ്റ്റഡി സെൻറ്ററിൻ്റെ സംസ്ഥാന സംഗമം ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ. അവിടെ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. 20 തിയറി ക്ലാസ്സുകൾ മതി. 4 മിനിറ്റുള്ള 20 തിയറി ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ തന്നെ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, തിയറികൾ പഠിക്കാൻ പറ്റും. 3-4 മാസത്തെ പരിശീലനം കൊണ്ട് തന്നെ തജ്വീദ് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. തജ്വീദ് എന്ന് പറഞ്ഞാൽ മസിൽ മെമ്മറിയാണ്, പരിശീലനമാണ്. മസിൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുന്നു, അല്ലെങ്കിൽ പല സംഗതികളും നമുക്ക് അറിയാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്ക് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് കയറി പോകാൻ പറ്റും. അതേപോലെ തന്നെ പല കാര്യങ്ങളും. മസിൽ മെമ്മറി എന്ന് പറഞ്ഞാൽ തലച്ചോറ് അറിഞ്ഞുകൊണ്ടല്ലാതെ തന്നെ നമുക്ക് ശീലമായതിൻ്റെ പേരിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് മസിൽ മെമ്മറി എന്ന് പറയുന്നത്. നിങ്ങൾ ചെറുതായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതേപോലെ തജ്വീദ് മസിൽ മെമ്മറിയാണ്. നൂനുള്ള സ്ഥലത്ത് താ വന്നാൽ മണിക്കണം. നിങ്ങൾ തിയറി പഠിച്ചു, ഒന്ന് പരിശീലിക്കാൻ വേണ്ടി പഠിച്ചു, പിന്നെ അത് മണിച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് മണിക്കാൻ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സ്ഥലം വന്നാൽ അറിയാതെ മണിക്കൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ആരെങ്കിലും മണിക്കാതെ ഓതിയാൽ നമുക്ക് എന്തോ അസ്വസ്ഥത വരും, ചെരുപ്പൊക്കെ മാറ്റിയിട്ടതുപോലെ എന്തോന്ന് ഒരു അസ്വസ്ഥത വരും. ഇതാണ് തജ്വീദ് എന്ന് പറഞ്ഞാൽ. വലൈസ ബൈനഹു വബൈന തർക്കിഹി ഇല്ലാ റിയാലത്തും ബിഇം ബിഫക്കിഹി. ഇമാം ജസരി അദ്ദേഹത്തിൻ്റെ മുഖദ്ദമത്തുൽ ജസരിയയിൽ എഴുതി, തജ്വീദ് എന്ന് പറഞ്ഞാൽ വെറും പ്രാക്ടീസാണ്. ഒരാൾക്ക് തജ്വീദ് ഇല്ലെന്ന് പറഞ്ഞാൽ പരിശീലിച്ചില്ലെന്നർത്ഥം. അപ്പം നല്ല ഖിറാഅത്ത് കേട്ട് പരിശീലിച്ചാൽ തന്നെ. ഞാനിപ്പോൾ ഒരു ഡോക്ടറെ കണ്ടു, അദ്ദേഹം മദീനയിലായിരുന്നു കുറച്ച് കാലം. തജ്വീദിൻ്റെ നിയമം പോലും അറിയില്ല, കേട്ടിട്ട് മാത്രം ശരിക്കും ഓതാൻ പഠിച്ച ആൾ. പറയാനൊന്നും അദ്ദേഹത്തിന് അറിയില്ല, പക്ഷേ ശരിക്കും ഓതാൻ അറിയാം. അപ്പം 5 വയസ്സിലെ പ്രീ സ്കൂളുകളിൽ
ഇത് കുട്ടികൾക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർക്കും സാധ്യമാകും. ഇനി ആരെങ്കിലും കരുതാണ് എനിക്കിപ്പം സാധിക്കുന്നില്ല, കുറച്ച് പ്രയാസമുണ്ട്, തെറ്റിപ്പോകുന്നെന്ന് കരുതുകയാണെങ്കിൽ അപ്പോഴും പുറകോട്ടടിക്കരുത്. നിങ്ങൾക്ക് 2 കൂലിയുണ്ട്. അൽമാഹിറു ബിൽ ഖുർആൻ, ഖുർആൻ നിപുണൻ മലക്കുകളോടൊപ്പമാണ്. വല്ലദി യഖറഉൽ ഖുർആന വയതതഅതഉ ഫീഹി, ഖുർആൻ ഓതുമ്പോൾ യതതഅതഉ കഷ്ടപ്പെട്ടിങ്ങനെ ഓതുന്ന ആൾ, വഹുവ അലൈഹി ഷാഖുൻ പ്രയാസത്തോടെ ഓതുന്നു, കൂട്ടി ഒരക്ഷരം കൂട്ടി എങ്ങനെയൊക്കെ നീട്ടി മണിച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു പേജ് ഓതി തീർത്താൽ ഫലഹു അജ്റാൻ, അവന് 2 കൂലിയുണ്ട്. ഒരിക്കലും ഖുർആൻ ഓതാതിരിക്കരുത്. ഒരിക്കലും ഖുർആനെ വീട്ടിൻ്റെ ഒരു തട്ടിൻപുറത്ത് കയറ്റി വെച്ചേക്കരുത്. മറിച്ച് ഖുർആനിൻ്റെ ശബ്ദം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം. സഹാബികളുടെ ക്യാമ്പുകൾ, സഹാബികളുടെ ദിനരാത്രങ്ങൾ, നമ്മൾ ഒരുപാട് സമര പോരാട്ടങ്ങളെപ്പറ്റി, സഹാബികളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളെപ്പറ്റി കേൾക്കാറുണ്ട്. സഹാബികളുടെ ഖുർആൻ പാരായണം മറുഭാഗത്തുണ്ട്. അവർ സന്യാസികളല്ല, വെറും പോരാളികളല്ല, മറിച്ച് റുഹ്ബാനുല്ലൈലി വ ഫുർസാനുൻ നഹാർ, രാത്രി സമയത്തുള്ള സന്യാസികളും പകൽ സമയത്തുള്ള പോരാളികളുമാണ്. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനവും സമരങ്ങളും യുദ്ധങ്ങളും എല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് അവർ സന്യാസികളാണ്, ആബിദുകളാണ്. അപ്പോൾ ഇത് സഹാബികളിൽ നിന്ന് പകർത്താൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം നമുക്ക് കാണാം. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറകിൽ അറിയാതെ കൈകെട്ടി, സുന്നത്തായി നിസ്കരിക്കും നഫലിൻ്റെ പുറകിൽ കൈകെട്ടിപ്പോയതാണ്. അദ്ദേഹം പറയാണ്, ഫാത്തിഹ തീർന്നു, സൂറത്തുൽ ബഖറ ഓതി, ബഖറ തീർന്നാൽ റുക്കോയിൽ പോകുമെന്ന് ഞാൻ കരുതി, പോയില്ല. ആലു ഇമ്രാൻ കഴിഞ്ഞു, ഞാൻ ആലു ഇമ്രാൻ കഴിയുമ്പോൾ പോകുമെന്ന് കരുതി, പോയില്ല. സൂറത്ത് നിസാ കഴിഞ്ഞു. പിന്നെ അവസാനം എൻ്റെ മനസ്സിൽ മോശം കാര്യം വന്നു അദ്ദേഹം പറയാം. മോശം കാര്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുമ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് കൈ അഴിച്ചായാലോ എന്ന് ഞാൻ കരുതിപ്പോയി എന്നാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ചുരുക്കി നമസ്കരിക്കുന്നു. ഒരു കുഞ്ഞ് കരയുന്നത് കേട്ടപ്പോൾ നമസ്കാരം പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമ്മയുടെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഞാൻ ചുരുക്കി നിസ്കരിച്ചതാണ്. ആരെങ്കിലും ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുന്നെങ്കിൽ അവരതിനെ ദീർഘിപ്പിക്കാതെ ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ നമസ്കരിച്ചു കൊള്ളട്ടെ എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. പക്ഷെ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ സഹാബികൾക്ക് പോലും പുറകിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഇബ്നു സല്ലല്ലാഹു പറയണത് ഇപ്പം പോകും റുക്കൂയിൽ എന്ന് പറഞ്ഞ് ബഖറ കഴിഞ്ഞു, ആലു ഇമ്രാൻ കഴിഞ്ഞു, സൂറത്ത് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറായി? ഒരൊറ്റ നൃത്തം ഖുർആൻ ഓതി നിൽക്കുകയാണ്. അപ്പം ഈ രീതിയിൽ നമ്മൾ നേരെ തിരിച്ചാട്ടോ, നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ച് ഉറക്കെ പറയുന്ന രോധം, ഒറ്റക്കാണെങ്കിൽ വേഗം നിർത്തും. അല്ലാഹു തആല നമുക്ക് ശരിയായി ഈമാൻ തരുമാറാകട്ടെ. ഒറ്റക്കാണെങ്കിൽ പടാപടാ, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ തജ്വീദോടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തിരിച്ചിട്ടാണ്. അതായത് പുറകിൽ ആളുണ്ട്, അവർക്ക് പ്രയാസമാകുന്നു കണ്ടപ്പം ലഘുവാക്കി. ഒറ്റക്കായപ്പം ഓതി തീരുന്നില്ല. സഹാബിക്ക്, പ്രമുഖനായ സഹാബി, ഉമ്മത്തിൽ ഏറ്റവും നല്ല ഖാരി, ഖുർആനിൽ ഏറ്റവും കൂടുതൽ അവഗാഹമുള്ള 4 സഹാബികൾ ഒരാളെന്ന് എണ്ണപ്പെട്ട മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് നിൽക്കാൻ പറ്റുന്നില്ല. കൈ അഴിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരിക്കൽ ഒരു ആയത്ത് ഓതിയിട്ട് പകൽ വരെ, സുബഹി വരെ നമസ്കരിച്ചു. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹു, നീ ഇവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഇവർ നിൻ്റെ അടിമകളാണ്, നീ ഇവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഇവർ നിൻ്റെ അടിമകളാണ്, നീ ഇവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അജയ്യനാണ്, യുക്തിദീക്ഷയുള്ളവനാണ്. അപ്പോൾ ആ ആയത്ത് ഓതി പാരായണം ചെയ്യുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുള്ളത് നമുക്ക് വേണ്ടിയുള്ള ദുആയാണ്. ഇതാണ് ഖുർആൻ പാരായണത്തിൽ നമ്മൾ അടുത്ത പഠിക്കേണ്ട സംഗതി. ഇപ്പോൾ സക്കരിയ അലൈഹിസ്സലാമിൻ്റെ സംഭവം നമ്മൾ കേൾക്കുന്നു. അദ്ദേഹം വാർദ്ധക്യത്തിൽ സന്താനത്തിന് വേണ്ടി ദുആ ചെയ്തു. കാഫ് ഹാ യാ ഐൻ സാദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് മറിയം, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ഇത് റബ്ബ് സക്കരിയയോട് അനുഗ്രഹം ചെയ്ത സംഭവത്തിൻ്റെ പരാമർശമാണ് അലൈഹിസ്സലാം. അപ്പോൾ ആ ദുആക്ക് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കാണാം, വജഅൽഹു റബ്ബി റളിയ, അല്ലാഹുവേ എനിക്ക് നീ തരുന്ന സന്താനത്തെ നീ തൃപ്തിപ്പെടണം. അപ്പം നമ്മൾ നമ്മളുടെ മക്കളെ പറ്റി ആലോചിച്ച് അവരെ പേരെടുത്ത് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നൃത്തത്തിൽ നിന്നുകൊണ്ടും സുജൂദിൽ പോയിട്ടും ആവർത്തിച്ച് പറയണം. ഒരു ആയത്തിൽ നേരം വെളുപ്പിച്ചതുപോലെ നമുക്ക് പറ്റുന്നത്രയും സമയം നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജഅൽഹു റബ്ബി റളിയ, അല്ലാഹുവേ എൻ്റെ ഇന്ന മകൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹു നീ അവനോട് സംതൃപ്തനാകണം. അപ്പോൾ ഖുർആനിൽ വന്നിരിക്കുന്ന ദുആക്കൾ അത് അവിടുന്ന് ടെംപ്ലേറ്റ് എന്ന് പറയില്ല. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പോസ്റ്ററൊക്കെ അടിക്കുമ്പോൾ ഒരു മോഡൽ എടുത്തിട്ട് അതിൽ നിന്ന് ആ പേരൊക്കെ മാറ്റി നമ്മൾ പേരങ്ങ് വെക്കും. ഇതേപോലെ നബിമാർ ചെയ്ത ദുആക്കളിൽ നിന്നും ആ പശ്ചാത്തലം മാറ്റിയിട്ട് നമ്മളുടെ ആവശ്യം എന്താണോ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ നമസ്കാരത്തിലും എല്ലാതെയൊക്കെ ദുആ ചെയ്യുന്നവരാണ്. അതിന് ധാരാളം ദുആക്കളുണ്ട്. ഞാൻ 3-4 ദുആക്കൾ മാതൃകയ്ക്ക് വേണ്ടി പറയാം. മൂസാ നബി അലൈഹിസ്സലാം ഒരു നാട്ടിലെത്തിപ്പെട്ടു. ഒന്നുമില്ല കയ്യിൽ.
നിസ്സഹായനായ സമയത്ത് പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹു നീ എനിക്ക് എന്ത് തന്നാലും ഞാനതിന് ആവശ്യക്കാരനാണ്. അപ്പം നമ്മൾ ആ ദുആ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. മൂസാ നബി അലൈഹി സ്വലാമിന് ഒരൊറ്റ ദുആയിൽ കിട്ടിയത് ആ നാട്ടിൽ അവിടെ ജോലി കിട്ടി എന്ന് മാത്രമല്ല, ആ ജോലി ചെയ്ത വീട്ടിലൊരു കല്യാണവും ശരിയായി കിട്ടി, ഒരൊറ്റ ദുആ കൊണ്ട്. അപ്പോൾ ഈ ദുആക്കൾ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഇത്തരം ദുആക്കൾ, യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞ ദുആ, ഇന്ന റബ്ബി ലതീഫുൽ ലിമാ യശാ, എൻ്റെ റബ്ബ് എന്നോട് ഞാൻ അറിയാത്ത വഴിയിൽ എനിക്ക് നന്മകൾ തരുന്നവനാണ്. നമ്മളെല്ലാവരും സർപ്രൈസ് കിട്ടാൻ ആഗ്രഹിക്കാറുണ്ട്. സർപ്രൈസ് കൊണ്ടുവന്നു ഒരാൾ സർപ്രൈസായിട്ട് ഏറ്റവും മുന്തിയ ഫോണ്, ഏറ്റവും മുന്തിയ കാറ്, ആ സമയത്തുണ്ടാകുന്ന എക്സ്പ്രഷനൊക്കെ ആളുകൾ വീഡിയോ എടുത്തിട്ട് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു നമുക്ക് സർപ്രൈസ് തരുന്ന പറയുന്നത്. ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാഇൻ്റെ ഒരർത്ഥം ഇമാം ബൈഹഖി വിശദീകരിക്കുകയാണ്. ലത്തീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും മനസ്സിലാക്കാത്ത വഴികളിലൂടെ നമുക്ക് ഹൈറുകൾ കൊണ്ടുവന്ന് തരുന്ന റബ്ബ്. ഒരാൾ ഒരു കടയിൽ ജോലി ചെയ്യാണ്, നമസ്കരിക്കാൻ പോകാനൊന്നും സമയം കിട്ടുന്നില്ല, അതുപോലെ തന്നെ മുതലാളിയുടെ പെരുമാറ്റം ശരിയില്ല, അവസാനം മനസ്സില്ലാ മനസ്സോടെ എനിക്ക് ഈ ജോലി നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള സങ്കടത്തോടെ ജോലി ഒഴിവാക്കേണ്ടി വന്നു. തൊട്ടടുത്ത് വേറെ കട തുടങ്ങി, ആ കട ഇന്ന് അതിനേക്കാൾ വലിയ കച്ചവടമാണ്, ഒരു 10 ഇരട്ടി കച്ചവടം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ കരുതിയത്, ഈ ജോലി പോകുന്ന സമയത്ത് എന്തൊരു പ്രയാസമാണ്, നിസ്കാരത്തിൻ്റെ പേരിൽ എൻ്റെ ജോലി പോയി. അത് ജോലി പോയതല്ല, അദ്ദേഹം ജോലി കൊടുക്കുന്ന ആളായി മാറി, അദ്ദേഹം ഒരു കടൻ്റെ ഉടമയായി മാറി. അപ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ചിലപ്പോൾ ഗൾഫ് ഒഴിവാക്കി വരികയായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടം നഷ്ടപ്പെട്ട് ഗൾഫിലേക്ക് പോകുമായിരിക്കും. നമ്മൾ ദുആ ചെയ്തിട്ട് അതിനെ നേട്ടമാക്കി മാറ്റണം. ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നു എന്ന് കരുതുക, തിരക്കിനിടയിൽ ഓടി നടക്കുന്ന ആളാണ്, ഒരു ക്യാൻസർ വന്നു, പഴയതുപോലെ ഓടാൻ പറ്റുന്നില്ല, എല്ലാം പകുതിയാക്കേണ്ടി വന്നു. എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹു ഇതിനെ നീ നന്മയാക്കി മാറ്റിത്തരണം. എന്നിട്ട് എന്ത് ചെയ്യുക? നേരത്തെ അര ജുസ് ഓതിയിരുന്നതെങ്കിൽ ഇപ്പോൾ 3 ദിവസം ഓതാൻ തീരുമാനിക്കണം. നേരത്തെ 5 മിനിറ്റാണ് ദുആറുന്നെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ ദുആർക്കാൻ തീരുമാനിക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാൾ വരിക്കും, ആ ക്യാൻസർ വന്ന നന്നായി, മനസ്സിലായില്ലേ, ഇത് വന്നതുകൊണ്ട് ഒരുപാട് നന്മകൾ ഉണ്ടായി, ഇത് അള്ളാഹു എനിക്ക് തന്നയച്ചതാണ് എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ദുആയിലൂടെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായം വാങ്ങാനും നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്താനും സാധിക്കും. അള്ളാഹുവിൻ്റെ സഹായം നേരെ മുമ്പിൽ കാണണം. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ നിൻ്റെ മുമ്പിൽ കാണാം. നീ അള്ളാഹുവിനെ സഹായിച്ചാൽ, തഖ്വ ചെയ്താൽ, അള്ളാഹുവിൻ്റെ സഹായം ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് മുമ്പിൽ കാണാം. അത് നമുക്ക് അനുഭവപ്പെടണം. കല്യാണത്തിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു, കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ റാഹത്ത്, നമ്മൾ ചെയ്തതിനേക്കാൾ നല്ല അഭിപ്രായം, ആളുകൾക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല. ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ സഹായം ജീവിതത്തിൽ അനുഭവപ്പെടുന്നവരായിട്ട് മാറണം. താഴ്മയിലൂടെ അള്ളാഹു തരുന്ന ഇസ്സത്തിൽ പ്രതീക്ഷിക്കണം. പലരും ഇന്ന് പത്രാസ് ആഗ്രഹിക്കുന്നത് വീട് വലുതാക്കിയിട്ടും അതുപോലെ തന്നെ വാഹനം മോടി പിടിപ്പിച്ചിട്ടൊക്കെയാണ്. അല്ല, അള്ളാഹുവാണ് ഇസ്സത്ത് തരുന്നവൻ. തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ. അള്ളാഹു ഇസ്സത്ത് തരും. ഒരു പക്ഷേ ഏറ്റവും ആദരിക്കപ്പെടുന്ന ദിവസമായിരിക്കും ഒരു നാക്കബദ്ധം സംഭവിച്ചിട്ട് ഒരു ട്രോൾ പാത്രമായി മാറുന്നത്. ഒരുപക്ഷെ ഒന്നും ഇല്ലാതെ വെറുതെ പോകുമ്പോഴായിരിക്കും ആരെങ്കിലും ഒരു കുറിപ്പ് എഴുതിയത് വൈറലായിട്ട്. എപ്പോഴും കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നടക്കണം എന്ന് പറയാം. എപ്പോഴും ആരെന്താ ഫോട്ടോ എടുത്തിടാനൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും റെഡിയായി നിൽക്കണം എന്നാണ്. എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവാണ് ഇസ്സത്ത് നൽകുന്നവൻ. മന്ത്രിയാകുന്ന ദിവസത്തിൽ അബദ്ധം പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസപാത്രമായവരുണ്ട്. ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് ഓവർനൈറ്റ് സെൻസേഷനായിട്ട് സൂപ്പർ സ്റ്റാറുകളാകുന്നവരുണ്ട്. അപ്പം അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഖുർആനിക വെളിച്ചത്തിൽ ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് ഖുർആൻ്റെ പാരായണം പ്രത്യേകിച്ച് റമദാൻ അടുത്ത് വരികയാണ്. ആളുകൾ ഇങ്ങനെ പ്രാമാണിക പരിശോധനയിലും തെളിവ് ആർക്കും അവരവരുടെ ഇമാമുകൾ, ഇപ്പം ഞാൻ നേരെ പറയുകയാണെങ്കിൽ സൂഫികൾ, സെലഫികൾ എന്നൊക്കെ പറഞ്ഞ പല ധാരകൾ, ഇതെല്ലാം വിശാലമായ വിജ്ഞാനമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കോമൺ പോയിന്റുകൾ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഇമാമുമാർ എത്ര ഓതി, എത്ര നിസ്കരിച്ചു, അതിനൊരു മത്സരിച്ച് മാതൃകയാക്കാം എന്ന് തീരുമാനിച്ചാൽ തന്നെ ഒരുപാട് തർക്കങ്ങൾക്ക് സമയം കിട്ടാതാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇമാം ബുഖാരി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ റമദാനിലെ പതിവ് സലഫി ഇമാമായ ഖാലി അബൂ യഅല രേഖപ്പെടുത്താണ്. അദ്ദേഹം പാരായണം ചെയ്തിരുന്നത് അത്താഴ സമയത്ത് പാരായണം ചെയ്തിരുന്നു. അത്താഴ സമയത്ത് ഒരു സ്പെഷ്യൽ പാരായണം, പകൽ വേറെ പാരായണം. അത്താഴ സമയത്ത് അദ്ദേഹം ഓതിയിരുന്നത് 10 അല്ലെങ്കിൽ 15 ജുസു ആണ്. 10 അല്ലെങ്കിൽ 15 ജുസു, അഥവാ 2 അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഒരു ഖത്തം തീരുമെന്നർത്ഥം. ഇമാം ബുഖാരിയെക്കുറിച്ചാണ് പറയുന്നത്. പകൽ അദ്ദേഹം വേറെ ഖത്തം തീർത്തിരുന്നു എന്നാണ്. ഇത് സലഫി ഇമാമായ ഖാലി അബൂ യഅല ഇമാം ബുഖാരിയെക്കുറിച്ച് രേഖപ്പെടുത്താണ്. എന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ കേരളത്തിൽ പല വിജ്ഞാന ശാഖകളും നല്ല അഭിവൃദ്ധിയിലാണ്. പലരും ഹദീസും ഫിഖ്ഹും ഒക്കെ ഡോക്ടറേറ്റും അതുപോലെ തന്നെ അതിലൊക്കെ ഫത്വ സംബന്ധമായ ഉപരിപഠനമൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് കാര്യം കേരളത്തിൽ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒരാൾ ഹാഫിളായാലും ആലിമായാലും
ഖിറാഅത്തിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അക്ഷരങ്ങളുടെ മഹ്റജുകൾക്ക് പുറമെ സിഫാത്തുകളൊക്കെ അറിയുന്ന ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയി കേൾപ്പിക്കുന്ന രീതിയുണ്ട്. അതിന് 2 രീതിയുണ്ട്. ഒന്ന്, ഓതൽ ശരിയാണെന്ന് ഉറപ്പ് വരുത്തും, തസ്ഹീഹ്. അല്ലെങ്കിൽ ഖുർആൻ മുഴുവനും ഓതി കേൾപ്പിച്ചിട്ട് അതിൻ്റെ ഇജാസ വാങ്ങും. നമുക്ക് ഇമാമുകളുടെ സംഭവങ്ങൾ കാണാൻ സാധിക്കും. അബൂ മൻസൂർ അൽ ഖയ്യാത്ത് 70,000 പേർക്ക് അവരുടെ ഖുർആൻ കേട്ടിട്ട് ഇജാസ കൊടുത്തു എന്നാണ്. 70,000 പേർക്ക് ഇജാസ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എത്ര ഇമാമുകൾ, എന്തെല്ലാം സംഭവങ്ങൾ. 4000 ഖത്മ് ചെയ്തവർ, 4000 ഖത്മ്. അപ്പോൾ മറ്റുള്ളവർ പറയാണ് ഇത്രയും ഖത്മ് ചെയ്ത ഒരു വ്യക്തി അള്ളാഹു ശിക്ഷിക്കുകയില്ലെന്നാണ് നമ്മളുടെ പ്രതീക്ഷ എന്നാണ്. ഇത്രയും ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഖുർആനിൻ്റെ ശുപാർശ തന്നെ മതിയാകും. അപ്പോൾ ഖുർആൻ പാരായണം, അതിലെ പരിചിന്തനം, അതിൻ്റെ സംസ്കാരം നമ്മുടെ സംസ്കാരമായിട്ട് മാറണം. അപ്പോൾ ഖുർആനിലെ ഹിജാബും നിഖാബും ഒക്കെ പറയുന്നു. അപ്പോൾ നമ്മളുടെ കുടുംബങ്ങളിൽ ആ ഹിജാബിൻ്റെ നിഖാബിൻ്റെ സംസ്കാരമാണ്. ഇന്ന് നമുക്കറിയാം, ഇവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ, അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്ന കമ്മിറ്റികൾ, കുടുംബത്തിലെ പർദ്ദയില്ലായ്മ കാരണം പലപ്പോഴും തെറ്റായ ബന്ധങ്ങൾ, സ്നേഹബന്ധമാകാം, പ്രേമമാകാം, പിന്നെ പല കുടുംബ പ്രശ്നങ്ങൾ, കല്യാണത്തിന് പ്രശ്നം, കുടുംബ പ്രശ്നങ്ങൾ. ഇപ്പോൾ സഹാബികളുടെ ഹിജാബിൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മൾ വരണം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം കാണാം. അവരൊരു യാത്രയിൽ, യുദ്ധത്തിൻ്റെ യാത്രയിലാണ്. അവർ പൊതുപ്രവർത്തനങ്ങളും മറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ സൂക്ഷ്മതയുടെ വശം പറയാണ്. വഴിയിൽ ഒട്ടകക്കട്ടിലുണ്ടായിരുന്നു പുറകിൽ. അപ്പോൾ അവിടെ അവർ കയറി എന്ന ധാരണയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോട്ട് യാത്ര ചെയ്തു. പിന്നീടാണ് അറിയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹു വാഹനത്തിൽ ഇല്ലെന്നുള്ള കാര്യം. അപ്പോൾ പുറകിൽ വന്ന സഹാബി കണ്ട സംഭവം മഹദി വിവരിക്കുന്നു. അദ്ദേഹം പറയാണ്, സഫ്വാൻ ബിൻ മുഅത്തൽ എന്നെ കണ്ടു. അവരെന്നെ തിരിച്ചറിയാൻ കാരണം നേരത്തെ വകാന ഖദ് റആനി ഖബ്ല നുസൂലിൽ ഹിജാബി ഫഅറഫനി ഫഖമ്മർതു വജ്ഹി ബിജിൽബാബി വല്ലാഹി മാ സമിഅതു ഇല്ല ഇസ്തിർജാഅഹു. അദ്ദേഹം എന്നെ നേരത്തെ കണ്ടതിനാൽ എന്നെ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൽ നിന്നും ഒരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നല്ലാതെ ഒരൊറ്റ വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവരോട് വിശേഷം ചോദിക്കാൻ പോയില്ല. എന്താ വിശേഷം, ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നൊന്നും ചോദിക്കാൻ പോയില്ല. ഇസ്ലാമിക സമൂഹത്തിൻ്റെ സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് അവർക്ക് വാഹനത്തിൽ കയറാൻ സൗകര്യം കൊടുക്കുകയും ആ സംഘത്തോടൊപ്പം എത്തിക്കുകയും ചെയ്തു. അപ്പം എന്നെ നേരത്തെ കണ്ടതിനാൽ എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ എൻ്റെ ജിൽബാബ് കൊണ്ട് എൻ്റെ മുഖം മറച്ചു. ഒരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാതെ ഒന്നും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടില്ല. അപ്പോൾ ആ സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ സഹാബികളുടെ ഓരോ കാര്യങ്ങളും നേരെ ആയത്തോതി കൊടുത്താൽ ആ വിഷയം അവിടെ പരിഹൃതമാകും. കാന വഖാഫൻ ഇൻദ കിതാബില്ല. മഹാനായ ഉമർ അല്ലാഹുവിനെ കുറിച്ച് കാണാം. ഒരായത്തെ കേട്ടാൽ അദ്ദേഹം അവിടെ നിൽക്കും. പെട്ടെന്ന് കോപം വന്ന് നിൽക്കുകയാണെങ്കിൽ വൽ കാലിമീൻ അൽ ഗൈൽ എന്ന് കേട്ടാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പം, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് വന്നപ്പം, അള്ളാഹുവിൻ്റെ റസൂലും വഫാത്തായി പോയാൽ നിങ്ങൾ പിന്തിരിഞ്ഞ് കളയുമോ എന്ന ആയത്ത് ഓതി കേൾപ്പിച്ചു. ഈ രീതിയിൽ സഹാബികൾ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്നു. ഖുർആൻ്റെ പാരായണമാണെങ്കിലും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നതാണെങ്കിലും അതിനേതറ്റം വരെ അവർ പോകും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ ഫിൽ ഖുർആനി ആയത്തുൻ, ഖുർആനിൽ ഒരു ആയത്തുമില്ല, ഇല്ലാ വ അന അഅലമു ഐന നസലത് ഫീമ നസലത്, എവിടെ അവതരിച്ചു, എന്തിനവതരിച്ചു എന്ന് എനിക്കറിയാത്ത ഒരു ആയത്തും ഖുർആനിലില്ല. വലൗ കുന്തു അഅലമു അഹദൻ അഅലമ ബി കിതാബില്ലാഹി മിന്നി തുദ്രികുഹുൽ മതായ ലഅതൈതുഹു. ഏതെങ്കിലും ഒരു ആയത്തിനെ കുറിച്ച് കൂടുതൽ അറിവൊരു വ്യക്തിക്കുണ്ടെന്ന് എനിക്കൊരു വിവരം കിട്ടിയാൽ അവിടേക്ക് ഒരു ഒട്ടകം വഴി പോകാൻ, അവിടേക്ക് ഒരു വഴിയുണ്ടെങ്കിൽ ലഅതൈതുഹു, ഞാൻ അവിടേക്ക് ചെല്ലും. സഹാബികൾ ഒരു ആയത്ത് പോലും, ഖുർആനിലെ ഒരു ആയത്ത് പോലും എവിടെ ഇറങ്ങി, എന്തിനിറങ്ങി, ആരുടെ വിഷയത്തിൽ ഇറങ്ങി എന്ന് എനിക്കറിയാതെ ഒരു ആയത്തും ഖുർആനിലില്ല. എങ്ങാനും കൂടുതൽ അറിവ് കിട്ടുമെന്ന് കണ്ടാൽ ആരുടെ അടുത്തേക്ക് ഞാൻ ചെന്ന് പഠിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് സഹാബികളുടെ ഖുർആൻ പഠിക്കുന്ന രീതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ മുഴുവൻ ഉപദേശങ്ങളും ഖുർആനാണ്. മുഴുവൻ ഉപദേശങ്ങളും ഖുർആനാണ്. ഖുർആൻ പരസ്പരം ഓതി കേൾപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാന യുദാരിസുൽ ഖുർആൻ, പരസ്പരം ഓതി കേൾപ്പിച്ചിരുന്നു. അവസാന വർഷമായപ്പോൾ 2 തവണ ഓതി കേൾപ്പിച്ചു. ഖുർആൻ ഓതുന്നു, കേൾക്കുന്നു. ഖുർആനിക ഉപദേശം മഹാനായ ഇമാം അബു ഇസ്മായിൽ അൽ അൻസാരി അൽ ഹിറവി, സലഫിയാണ്, സൂഫിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മനാസിലുസ് സായിരീൻ. അതിൻ്റെ വിശദീകരണമാണ് ഇബ്നുൽ ഖയ്യിമിൻ്റെ മദാരിജുസ് സാലിക്കീൻ. അബു ഇസ്മായിൽ അൽ അൻസാരി അൽ ഹിറവി, അദ്ദേഹത്തിൻ്റെ സംഭവം കാണാം. അദ്ദേഹത്തിൻ്റെ വലിയ ലോകത്തറിയപ്പെടുന്ന പ്രഭാഷകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നസീഹത്തിൻ്റെ മജ്ലിസുകൾ മുഴുവനും ഖുർആൻ്റെ തഫ്സീറാണ്, ഖുർആൻ്റെ വിവരണമാണ്. അദ്ദേഹം പറയാണ്, ഞാനൊരു ആയത്തിൻ്റെ തഫ്സീർ പറയുന്നത് 100-ലധികം, അദ്ദേഹം എണ്ണം പറഞ്ഞു, 107 തഫ്സീറുകൾ അവലംബിച്ചുകൊണ്ടാണ്
ഞാൻ ഖുർആൻ്റെ വിവരണം പറയുന്നത്. ഒരു വാക്ക് ആരെങ്കിലും അറബിയിൽ ചോദിച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം ഈ പൗരാണിക അറബികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് പറയാൻ ഇസ്ലാമിന് മുമ്പുള്ള കവികളുടെ 400ഓളം കവിതകളൊക്കെ അദ്ദേഹം ഉദ്ധരിക്കാറുണ്ടായിരുന്നു. ഒരു വാക്ക് പറയാൻ വേണ്ടി ആ വാക്കിൻ്റെ അർത്ഥം എന്നതാണെന്ന് നിർണ്ണയിക്കാൻ 400 കവിത. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച നഹാസ് മാള സാഹിബിൻ്റെ കൂടെ കവിത കേൾക്കാൻ വേണ്ടി മാത്രം ഒരു യാത്ര ചെയ്ത്. അദ്ദേഹം ഈ അക്ഷര ശ്ലോക സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് കവിതകൾ അറിയാം. അപ്പം ഈ ഖുർആൻ സ്റ്റഡി സെൻറ്ററിൻ്റെ സംസ്ഥാന പരിപാടി കഴിഞ്ഞിട്ട് ആലുവ വരെ കവിതകൾ അപ്പം കവിതകൾ പഠിക്കുന്നത് പലരും പല ഉദ്ദേശത്തിലാണ്. ഇന്ന മിന ശഅരി ലഹിക്മ, കവിതകളിൽ തത്വജ്ഞാനമുണ്ട്, ആഴത്തിലുള്ള അറിവുകളുടെ ഒരു കേന്ദ്രമാണ് കവിത. അപ്പോൾ ഇദ്ദേഹം ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ ഒരു വാക്ക് നിർണ്ണയിക്കാൻ വേണ്ടി, അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കവിതകൾ ഇങ്ങനെ തെളിവായിട്ട് പറയുമ്പം ഒരൊറ്റ വാക്ക് പറയാൻ 400 കവിതകളൊക്കെ ഉദ്ധരിച്ചെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഖുർആൻ അറിയുന്നവരുടെ മജ്ലിസിൽ പോയിരുന്ന് ഖുർആൻ പഠിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഖുർആൻ പഠിക്കുമ്പോൾ ഞാൻ ഒരു എളുപ്പമുള്ളൊരു ശൈലിയും കൂടെ പറയാം. മൗദൂഇ ആയിട്ട് പഠിക്കണം. നമ്മൾ പല രീതിയിൽ പഠിക്കാം. അതിലൊരു ശൈലി പറയണം. മൗദൂഇ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് ഖുർആനിൽ എവിടെയൊക്കെ ഉണ്ടെന്നൊരു അന്വേഷണം. മാതാപിതാക്കളെക്കുറിച്ച് ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, സഹോദര്യ ബന്ധത്തെക്കുറിച്ച് ഖുർആനിൽ എവിടെയൊക്കെ ഉണ്ട്, വിട്ടുവീഴ്ചയെക്കുറിച്ച് ഖുർആനിൽ എവിടെയൊക്കെ ഉണ്ട്. ഈ സ്റ്റഡി സെൻറ്റർ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ലൊരു പല ശൈലികളുണ്ട്. അതിലൊരു ശൈലിയാണ് തഫ്സീർ മൗദൂ. അപ്പോൾ ഓരോ ആഴ്ച ഓരോ വിഷയം. കുടുംബബന്ധം ഖുർആനിൽ, പലിശ ഖുർആനിൽ, അതുപോലെ തന്നെ ഇന്ന വിഷയം ഖുർആനിൽ. അപ്പോൾ അത് നമ്മൾ പഠിക്കാൻ അത് തന്നെ അറബിയിൽ പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അറബി എത്ര പ്രയാസം തോന്നും. നമുക്ക് ആവശ്യത്തിനുള്ള അറബി, ആ ഖുർആനിലെ ആ ആയത്തിൻ്റെ അറബി പഠിച്ചാലും മതി. അത് തന്നെ വലിയ കാര്യമാണ്. ആ അറബി പഠിച്ച് അത് അറബിയിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് മനസ്സിലാക്കുന്ന ഫീലാണ്. വേറെ ഭാഷയിൽ പഠിക്കുമ്പം അത് വേറൊരാൾ, ഇപ്പം ഞാൻ താജ്മഹൽ കണ്ടിട്ട് വരികയാണ്, നിങ്ങളതിൻ്റെ ഫോട്ടോ പോലും കാണാതെ ഞാൻ പറഞ്ഞു തരുമ്പം അതൊരു പരിധി വരെ എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. പക്ഷേ അത് നിങ്ങൾ നേരിട്ട് പോയി കാണുകയാണെങ്കിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇതേപോലെ ഖുർആനിൻ്റെ ആ ആയത്തിലുള്ള അറബി വാക്കുകൾ എന്താണ്, ആ അർത്ഥം എങ്ങനെ വന്നു എന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആവർത്തിച്ച് പാരായണം ചെയ്യാനും നിസ്കാരത്തിൽ ഓതാനും അതിൻ്റെ അർത്ഥം വീണ്ടും വീണ്ടും ഗ്രഹിക്കാനും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊരു സഹോദരൻ ഹദീസ് പറയുമ്പോൾ പറയുന്നത് കേട്ടു, ഒരു ഹദീസുണ്ട്, അത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. അങ്ങനെ പറയരുത്. നമുക്കറിയുന്ന ഹദീസ് വെറുതെ പറയാം, അറിയുന്ന ഹദീസ്, അങ്ങനെ ആരും ധരിച്ചു വെക്കരുത്. പുതുതായിട്ട് അറിയുന്നത് പോലെ കേൾക്കണം. കാരണം ഈ വസ്ത്രം അലക്കിയിട്ടുണ്ട് എന്ന് കരുതി നാളെ അലക്കേണ്ടെന്ന് അർത്ഥമില്ല. ഇത് മുഷിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അലക്കും. ഇതേപോലെ ഖുർആനിലൊരു ആയത്ത് അല്ലെങ്കിൽ ഒരു ഹദീസ് നമ്മളൊരു പ്രാവശ്യം കേൾക്കുന്നു, അതിൻ്റെ ഹിദായത്തും ഈമാനും നമുക്ക് കിട്ടാണ്. വീണ്ടും നമ്മൾ വിസ്മൃതിയിലേക്ക്, അറിവില്ലായ്മയിലേക്ക് പോവാണ്. വീണ്ടും പുതിയ പുതിയ രഹസ്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ആവർത്തിച്ച് പാരായണം ചെയ്യും തോറും, വീണ്ടും വീണ്ടും പഠിക്കുന്നോറും അതിൽ നിന്നും പുതിയ പുതിയ രഹസ്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞ ഖുർആനിക അറബി എന്ന് പറയുമ്പോൾ ഒരു സംഭവം പറയാം. ഒരിക്കലും ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനോട് ചോദിച്ചു, ഏതൊക്കെ ഭാഷ? ഇംഗ്ലീഷ്, അറബി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ്, അറബി കേട്ട് ലാസ്റ്റ് എന്താ പറഞ്ഞോ മലയാളം. നിങ്ങൾക്ക് മലയാളം അറിയോ? മലയാളം അറിയെങ്കിൽ പിന്നെ മലയാളം പറഞ്ഞാൽ മതി. അപ്പോൾ അദ്ദേഹം ഒരു അമുസ്ലിമാണ്, ഗൾഫിൽ ജോലി ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അറബി പഠിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറബി അറിയില്ല, പക്ഷേ പല്ലിൻ്റെ അറബിയൊക്കെ അറിയാമെന്ന് പറഞ്ഞു. മനസ്സിലായി, അദ്ദേഹത്തിന് അറബി അറിയില്ല, പക്ഷെ പല്ലിൻ്റെ അറബിയൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ഇതേപോലെ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് വേണ്ടി ആ ഭാഷ പഠിച്ചു, അത്രയും അറബി പഠിച്ചു. അപ്പോൾ നമുക്കിപ്പം ഫാന്, ലൈറ്റ്, മൈക്ക്, കാറ്, മോട്ടർ, ഇതിൻ്റെ ഒന്നും അറബി വാക്ക് അറിയില്ലെങ്കിലും നമ്മളൊരു ചെറിയ ഭാഗം എടുത്തു, ആ ഭാഗത്തിൻ്റെ അർത്ഥം പഠിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാക്കും അവിടുത്തെ പ്രയോഗവും എങ്ങനെ വന്നു എന്നത് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരൊറ്റ ഇദാ സുൽസിലത്ത് എന്ന സൂറത്ത് മതി നമുക്ക് ചിന്തിക്കാൻ. ഈ സൂറത്തിൽ വാക്കിയേണ്ട ഒരു 2 ആയത്ത് മതി. വസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ, മുൻകടന്നവരാണ്, അവരല്ലാഹുവിൻ്റെ സമീപസ്ഥരാണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് വേസ്റ്റ് ആകാതെ മുന്നേറണം. എന്നാൽ മാത്രമേ സ്വർഗവാസികളുടെ ആ ഉയർന്ന സ്ഥലത്ത് സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ, അവസാന കാലക്കാരിൽ നിന്നും കുറഞ്ഞ സീറ്റേ ഉള്ളൂ ഈ എൻട്രൻസിനെന്ന് പറയുമ്പം കഷ്ടപ്പെട്ട് എൻട്രൻസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ ആ മുഖറബുകളുടെ സ്വർഗം. അപ്പം അത് ഇന്നലെ കേട്ടു എന്ന് കരുതി ഇന്ന് ഓതണ്ടെന്ന് അർത്ഥമില്ല. അതിന്നും നാളെയോ മറ്റന്നാളൊക്കെ കേട്ടാൽ അത് ഹൃദയത്തിൽ രൂഢമൂലമാകും. ഈ രീതിയിൽ ഖുർആൻ പഠിക്കാൻ, പാരായണം ചെയ്യാൻ, ഖുർആനിലെ ദുആക്കൾ ആവർത്തിച്ച് പറയാൻ, ഖുർആനിൽ ഗവേഷണം നടത്താൻ, ഖുർആനിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇവിടുത്തെ ഈ പരിപാടിക്ക് അള്ളാഹു തആല എല്ലാ ഖൈറുകളും ബറക്കത്തുകളും നൽകുമാറാകട്ടെ. ഇവിടെ ക്ഷണിച്ചതിന് ഭാരവാഹികളെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
ഖുർആനിൻ്റെ തണലിൽ ഒരുമിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ഉപമ ഗസ മുഴുവനും ഖുർആനാണ്. ഗസ മുഴുവനും ഖുർആനാണ്. വെടിനിർത്തൽ നടക്കുന്ന സമയത്ത് പോലും അവർ നേരത്തെ നടന്നു വന്നിരുന്ന ക്ലാസ്സിൻ്റെ ബാക്കി പൂർത്തിയാക്കാനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളത് ബാക്കി കൊടുക്കാനൊക്കെയാണ് അവർ സമയം കാണുന്നത്. ഖുർആനിക ജീവിതമാണ് ഗസക്കാരുടെ. അതായത് ഒരു മനുഷ്യന് ഖുർആനിൽ നിന്ന് നേരിട്ട് തർബിയത്ത്, ഈമാൻ, അടിയുറപ്പ്, സ്ഥൈര്യം, അപാരമായ ഗുണങ്ങൾ കിട്ടും എന്നതിൻ്റെ നേർചിത്രമായി സഹാബികളും താബിയങ്ങളൊക്കെ കിതാബുകളിലുണ്ട്, ഖബറുകളിലുണ്ട്. അവർ നമ്മളെ പ്രചോദിപ്പിക്കുന്നു. ജീവിക്കുന്ന മാതൃകളായിട്ട്, അതിനൊരു മിനിയേച്ചറായിട്ട്, ചെറിയൊരു സാമ്പിളായിട്ട് ഗസയുടെ ഈമാനും ഗസയുടെ ഖുർആനിക ബന്ധവും നമുക്കുണ്ട്. ഒരു ബാഗ് പരിശോധിച്ചാൽ അതിൽ ഖുർആൻ, ഗുഹ പരിശോധിച്ചാൽ അവിടെ ഖുർആൻ, എവിടെയെങ്കിലും ഒരു കടലാസെടുത്ത് അതിൽ ഖുർആൻ്റെ വചനങ്ങൾ. ആ രീതിയിൽ ഖുർആനുമായി ബന്ധപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.